വെൽക്കം ബാക്ക് ടു ലുവിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LCDയിലെ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. 11a simplify the logic function f of a comma b comma c equal to summation of minterms 1 2 4 7 using a 4:1 mux. b write a Verilog code to implement the above circuit. ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എ കോമ ബി കോമ സി എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് മിൻ ടേംസ് 1 2 4 7 ആണ്. മിൻ ടേംസ് 1 2 4 7. ഇനി നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 3 ടേംസ് ആണുള്ളത്, എ ബി സി. അപ്പോൾ 2⁻3 7. അപ്പോൾ നമുക്ക് 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. കറസ്പോണ്ടിങ് മിൻ ടേംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എം എന്ന് പറഞ്ഞ കോളത്തിൽ 0 1 2 3 4 5 6 7. ഇനി ഫംഗ്ഷന്റെ എഫിന്റെ ഹൈ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന അതിൽ മിൻ ടേംസിന്റെ സ്ഥാനത്ത് ഹൈ വാല്യൂ വെക്കുന്നു. മിൻ ടേംസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 2 4 7 ആണ്. 1ന്റെ സ്ഥാനത്ത് 1, 2ന്റെ സ്ഥാനത്ത് ഹൈ വാല്യൂ 1, 4ന്റെ സ്ഥാനത്ത് ഹൈ വാല്യൂ 1, 7ന്റെ സ്ഥാനത്ത് ഹൈ വാല്യൂ 1. ദെൻ ബാക്കിയുള്ളിടത്ത് നമുക്ക് 0 വെച്ച് ഫില്ല് ചെയ്യാം. ഇനി 4:1 മക്സ് എന്ന് പറയുമ്പോൾ അതിൽ 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും, 4 ഡാറ്റ ഇൻപുട്ട് ഉണ്ടാവും. ഇവിടെ തന്നിരിക്കുന്നതിൽ ബിയും സിയും സെലക്ട് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതുപോലെ എനെ ഡാറ്റ ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 4:1 മക്സിന്റെ പിക്ചോറിയൽ ആണിത്. 4 ഇൻപുട്ട് ഡാറ്റയാണ് ഉണ്ടാവുക, D0 D1 D2 D3. ദെൻ 2 സെലക്ട് ലൈൻസ് ബി സി, ഔട്ട് എഫ്. നമുക്കിതിന്റെ ഇംപ്ലിമെന്റേഷൻ ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. D0 D1 D2 D3 ഫസ്റ്റ് റോയിൽ നമ്മൾ എഴുതി. പിന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0 to 7 ആയതുകൊണ്ട് 0 1 2 3 4 5 6 7 എഴുതി. ദെൻ നമ്മളിവിടെ നമ്മുടെ ഡാറ്റ ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ എ ബാർ എന്ന് പറയുന്നത് ഡാറ്റ ഇൻപുട്ടാണ്. അപ്പോൾ എ ബാർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1 2 3 വരെ നമുക്ക് 0 ആണ്. സോ നമ്മൾ ഈ റോനെ നമ്മൾ എ ബാർ ആയിട്ട് മെൻഷൻ ചെയ്തു. നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 4 to 7 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് എ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ടേംസിനെ സർക്കിൾ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് 1 2 4 7 ആണ്. ഇനി സർക്കിൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈച്ച് കോളം ബൈ നോക്കുക. ഇപ്പൊ D0 എന്ന് പറയുന്ന കോളത്തിൽ ഒരു സർക്കിൾ ഉള്ളൂ, അത് കിടക്കുന്നത് എയിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ കോളത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ എന്ന് എഴുതി. ഇനി D1ന്റെ വാല്യൂ എ ബാറിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ഇതിന്റെ വാല്യൂ എ ബാർ എന്ന് എഴുതി. D2ന്റെ വാല്യൂ എ ബാർ എന്ന് എഴുതി, കാരണം എ ബാറിന്റെ റോയിലാണ് D2നെ സർക്കിൾ ചെയ്തത് കിടക്കുന്നത്. ദെൻ 7 സർക്കിൾ ചെയ്ത് കിടക്കുന്നത് എയുടെ റോയിലാണ്. സോ നമ്മൾ ഈ കോളത്തിന്റെ വാല്യൂ എ എന്ന് എഴുതി. അങ്ങനെ നമുക്ക് ഓരോ D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടിന്റെ ഡാറ്റ ഇൻപുട്ട് ഏതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. D0 D1 D2 D3. അതായത് D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എയും D0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ, D1ന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബാർ, ദെൻ D3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഗെയിൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ബാർ ആണ്. ദെൻ D3ക്ക്, സോറി നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നു, D2 ആണ്. D3ക്ക് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് D3ക്ക് എ ആണ്. ഇതാണ് 4 ഡാറ്റ ഇൻപുട്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇൻപുട്സ് D0 ഈക്വൽ ടു എ എന്നും D1 ഈക്വൽ ടു എ ബാറിനും D2 ഈക്വൽ ടു എ ബാറിനും D3 ഈക്വൽ ടു എ എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്
f equal to mux 4:1 a comma b comma d 0 equal to a, d1 equal to a bar, d2 equal to a bar, d3 equal to a. ഇനി നമുക്ക് ഇതിന്റെ വാരിലോഗ് കോഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ബി പാർട്ടാണ് ക്വസ്റ്റ്യനിലെ സെയിം ക്വസ്റ്റ്യനിലെ ബി സെക്ഷൻ എന്ന് പറയുന്നത് വാരിലോഗ് കോഡാണ്. നമ്മൾ കോഡ് ഡിസൈൻ ചെയ്യുന്നത് മൊഡ്യൂൾ മക്സിന്റെ മൊഡ്യൂൾ മക്സ് ലോജിക് കൊടുത്ത് ഇൻപുട്ട് ആയിട്ട് നമുക്കുള്ളത് വയർ ABC ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ്. നമുക്ക് 3 ഇൻപുട്ട് ആയതുകൊണ്ട് y 3:0 3 ബിറ്റ്സിലാണ് നമ്മൾ ഡാറ്റേനെ എടുക്കുന്നത്. ദെൻ നമ്മൾ ഓരോ ഡാറ്റേനെ അസൈൻ ചെയ്യാണ്. അസൈൻ ഡാറ്റ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു എ, അതായത് d0 എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇപ്പോ ബി ഈക്വൽ ടു 0യും സി ഈക്വൽ ടു 0 ആയുമ്പോ. ദെൻ ഡാറ്റ d1 എന്ന് പറയുന്നത് എ ബാർ ആയിരിക്കും when b equal to 0 c equal to 1. then data 2 എന്ന് പറയുന്നത് a bar ആയിരിക്കും. d2 എന്ന് പറയുന്നത് b equal to 1 ഉം c equal to 0 ആയിരിക്കുമ്പോൾ. then നമുക്ക് data 3 എന്ന് പറയുന്ന വാല്യൂ a ആയിരിക്കും, d3 വാല്യൂ. so b equal to 1 c equal to 1 ആയിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഇൻപുട്ടിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നു. അസൈൻ എഫ് ഈക്വൽ ടു ഡാറ്റ എന്ന് പറയുന്നത് ബി കോമ സി, അതായത് ഈ ബി കോമ സീറോപ്പം തന്നിരിക്കുന്ന ഡാറ്റയും കൂടി എടുത്ത് സം ഓഫ് പ്രൊഡക്റ്റ് കാണുന്നു. യൂസ് ബി ആൻഡ് സി എന്ന് പറയുന്നത് നമ്മുടെ സെലക്ട് ലൈൻസ് ആണ്. അതുപോലെ ലാസ്റ്റ് പ്രോഗ്രാം അവസാനിക്കാൻ എൻഡ് മൊഡ്യൂൾ കൊടുക്കും. ഓക്കെ, ദെൻ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ 12th ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. മിനിമൈസ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എം min terms 0, 1, 2, 3, 11, 12, 14, 15 using KML and realize using the minimum number of gates. Then B question എന്ന് പറയുന്നത് write a Verilog code to implement the above function. ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. F equal to നമുക്ക് തന്നിരിക്കുന്നത് summation of min terms 0, 1, 2, 3, 11, 12, 14, 15. min terms ആണ് 0, 1, 2, 3, 11, 12, 14, 15. Then നമുക്ക് തന്നിരിക്കുന്നത് 2 raised to n ഫോർമാറ്റ് ആണ്. ഇവിടെ 4 വാരിയബിൾസ് ആയതുകൊണ്ട് 2 raised to n എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് വാരിയബിളിനെയാണ്. അപ്പൊ 2 raised to 4 എന്ന് പറയുന്നത് 16. അപ്പൊ 16 കോളത്തിന്റെ ക്യാമാപ്പ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് 4 വാരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട്. നമ്മൾ വാരിയബിൾസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് ABCD ആണ്. അപ്പോൾ എഫ് ഓഫ് ABCD ഈക്വൽ ടു സമ്മേഷൻ ഓഫ് M 0, 1, 2, 3, 11, 12, 14, 15. ദെൻ നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ABCD ആണ് 4 വാരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ബൈനറി 0 to 15ന്റെ ബൈനറി എഴുതണം. അതുപോലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് മിൻ ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ റിസൾട്ട് എഴുതണം. അപ്പൊ ബൈനറി 4 ബിറ്റിന്റെ ബൈനറി ആണ് ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റത്തെ 0, 0, 0, 0, 0, 0, 0, 1, 0, 0, 1, 0, 0, 0, 1, 1, 0, 1, 0, 0, 0, 1, 0, 1, 0, 1, 1, 0, 0, 1, 1, 1. Then 1, 0, 0, 0, 0, 1, 0, 0, 1, 1, 0, 1, 0, 1, 0, 1, 1, 1, 1, 0, 0, 1, 1, 0, 1, 1, 1, 1, 0, 1, 1, 1, 1. Then നമുക്ക് മിൻ ടേംസ് തന്നിരിക്കുന്നതിൽ മിൻ ടേംസ് കൊടുത്തിരിക്കുന്നത് 0, 1, 2, 3. Then മിൻ ടേംസ് കൊടുത്തിരിക്കുന്നത് 11ലും 12, 14, 15. ആ പ്ലേസിലൊക്കെ ഹൈ വാല്യൂ ആയിട്ടുള്ള 1 എഴുതി ബാക്കിയുള്ളവർക്ക് 0 വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ക്യാമാപ്പ് എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ABCD ആണ്. അപ്പോ CD എന്ന് പറയുന്നത് കോളംസും AB എന്ന് പറയുന്നത് റോസും ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റത്തെ കോളം എന്ന് പറയുന്നതിൽ നമ്മളിവിടെ 0, 0, 0, 1, 1, 1, 1, 0 എന്ന് റെപ്രസെന്റ് ചെയ്തു.
അതുപോലെ തന്നെ 0 0 0 1 1 1 1 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിയുടെയും ഡിയുടെയും വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 0 0 വരുമ്പോൾ സി ബാർ ഡി ബാർ വരും. 0 1 വരുമ്പോൾ സി ബാർ ഡി എന്ന് കിട്ടും. 1 1 വരുമ്പോൾ സി ഡി എന്ന് കിട്ടും. 1 0 വരുമ്പോൾ സി ഡി ബാർ എന്ന് കിട്ടും. അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെയും റെപ്രസെന്റ് ചെയ്തേക്കുന്നു എയും ബിയും. അതായത് 0 0 വരുമ്പോൾ എയും ബിയും എ ബാർ ബി ബാർ വരും. 0 1 വരുമ്പോൾ എ ബാർ ബി വരും. 1 1 വരുമ്പോൾ എ ബി വരും. 1 0 വരുമ്പോൾ എ ബി ബാർ വരും. ഇനി ഈ കോളത്തില് നമ്മളെ ഈ റെഡ് ലെറ്റേഴ്സ്, അതായത് റെഡ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് നമ്മൾ മിൻ ടേംസിനെയാണ്. മിൻ ടേംസിന്റെ പൊസിഷൻസ് ആണ് ഈ റെഡില് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മിൻ ടേംസിന്റെ നമുക്കറിയാം എ ബി സി ഡി, അതായത് ഇവിടെ എ ബി 0 ആണ്, ഇവിടെ 0 0 ആണ്. അപ്പൊ 0 0 0 0 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കോളം. അപ്പൊ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 ആണ്. അപ്പൊ 0 0 0 1 ആണ്. 0 1 എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ 0 0 1 1, എന്റെ ആൻസർ എത്രയാ? 3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 3 എന്ന് കൊടുത്തു. 0 0 1 0, സോ അതിന്റെ ആൻസർ 2 ആണ്. അപ്പൊ 2 കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ എന്താ പറയാ 16 കോളത്തിനെ നമ്മൾ മിൻ ടേംസിന്റെ പൊസിഷൻ എഴുതി. ദെൻ നമ്മള് അതായത് മിൻ ടേംസ് ഹൈ വന്നിരിക്കുന്ന വാല്യൂ ഏതിലൊക്കെ ഏത് സെല്ലിലാണെന്ന് നോക്കി ആ സെല്ലിന് നേർക്കും 1 ഇടുക. ഇപ്പൊ നമുക്കറിയാം മിൻ ടേംസ് 0-ല് ഫംഗ്ഷൻ ഹൈ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ 0 എന്ന് പറഞ്ഞ കോളത്തിൽ 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. 1 എന്ന് പറയുന്ന കോളത്തിൽ 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ 2 എന്ന് പറയുന്ന കോളത്തിൽ കോളല്ല സെല്ലില് 1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ദെൻ 3 എന്ന് പറയുന്നത് സെല്ലില് റെപ്രസെന്റ് ചെയ്തു. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 12-ലും 1 എന്ന് റെപ്രസെന്റ് ചെയ്യുക, 15-ല് 1, 14-ല് 1, ദെൻ 11-ല് 1. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചെയ്യലാണ്. അപ്പൊ ഫസ്റ്റത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടുപ്പിച്ച് കിടക്കുന്ന വൺസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് 1 1 1 ആയതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് കിട്ടി. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ 1-ഉം 15-ഉം 11-ലെയും സെല്ലിലത്തെ 1 1 ആയതുകൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി. ദെൻ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14-ത്തെ 1-ഉം 12-ത്തെ 1-ഉം. അങ്ങനെ നമുക്ക് 3 ഗ്രൂപ്പാണ് കിട്ടിയത്. ഇനി 3 ഗ്രൂപ്പിന്റെ നെയിം, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ 0 1 2 3 ഇതില് 1 ആണ് ഹൈ വാല്യൂ കിടക്കുന്നത്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് കിടക്കണ വാല്യൂ എന്താന്ന് നോക്കാം. അപ്പം ഇവര് നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് എ ബാർ ബി ബാർ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പിന് എ ബാർ ബി ബാർ എന്ന് ഇടും. കാരണം സിയും ഡിയും എല്ലാറ്റിലും വ്യത്യസ്തമാണ്, കോമൺ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എ ബാർ ബി ബാർ മാത്രം എടുത്തേക്കുന്നത്. എ ബാർ ബി ബാറിന്റെ ഗ്രൂപ്പാണ് ഫസ്റ്റത്തെ. ദെൻ ഈ ബ്ലൂ കളറിലുള്ള 15-ന്റെയും 11-ന്റെയും സെല്ലിലത്തെ കോമൺ ടേംസ്, അതായത് കോമൺ ടേംസ് എന്ന് പറയുന്നത് 2-ലും എ ഉണ്ട്, അതേപോലെ തന്നെ 2-ലും സി ഡി ഉണ്ട്. അപ്പൊ നമുക്ക് എ സി ഡി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കിട്ടി. ദെൻ നമ്മൾ 14-ന്റെയും 12-ന്റെയും എടുക്കുമ്പോൾ 2-ലും എ ബി ഉണ്ട്. അതേപോലെ തന്നെ സെയിം ആയിട്ട് ഡി ബാറും 2-ലും സെയിം ആണ്. സോ നമുക്ക് എ ബി ഡി ബാർ എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ഫംഗ്ഷനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം എ ബാർ ബി ബാർ പ്ലസ് എ സി ഡി പ്ലസ് എ ബി ഡി ബാർ എന്ന് കിട്ടി. ഇത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇത് സം ഓഫ് പ്രൊഡക്റ്റിന്റെ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഇതിന്റെ മിനിമൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എ ബാർ ബി ബാർ പ്ലസ് എ സി ഡി പ്ലസ് എ ബി ഡി ബാർ. ഇനി നമുക്ക് ഇതിന് മിനിമം ഗേറ്റ്സ് വെച്ചിട്ട് എങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് നോക്കാം. എ ബി സി ഡി എന്ന് പറയുന്നതിനെ എഴുതുക. ദെൻ നമ്മൾ അതിന് 4 വര വരച്ചു.
അത് കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ എന്ന് പറയുമ്പോൾ എ ബാർ ബി ബാർ ആണ്. അപ്പൊ നമ്മൾ എ ബാർ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. ബി ബാർ കിട്ടാനും നോട്ട് ഗേറ്റിൽ കണക്ട് ചെയ്തതിന് ശേഷം ആൻഡ് ഓപ്പറേഷൻ ചെയ്തു. ദെൻ നമുക്ക് എ സി ഡി ആണ് വേണ്ടത്. അപ്പൊ എയിലേക്കും കണക്ട് ചെയ്തു, സിയിലേക്കും കണക്ട് ചെയ്തു, ഡിയിലേക്കും കണക്ട് ചെയ്തതിന് ശേഷം ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. ദെൻ നമുക്ക് വേണ്ടത് എ ബി ഡി ബാർ ആണ്. എയും ബിയും ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു, ഡിനെ നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു ആൻഡ് ഗേറ്റും കൂടി കിട്ടി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ആൻഡ് ഗേറ്റിനും, അതായത് എ ബാർ ബി ബാറും എ സി ഡിയും എ ബി ഡി ബാറും കൂടിയിട്ട് ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് എഫ് ഈക്വൽ ടു എ ബാർ ബി ബാർ പ്ലസ് എ സി ഡി പ്ലസ് എ ബി ഡി ബാർ കിട്ടും. ദെൻ ഇതിന്റെ വാരിലോഗ് കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മൊഡ്യൂൾ ലോജിക് ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് വയർ ആയിട്ട് എ ബി സി ഡി കൊടുത്തു, ഔട്ട്പുട്ട് വയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എഫ് കൊടുത്തു. നമുക്ക് വയറിൽ എ നോട്ട് വേണം, ബി നോട്ട് വേണം, ഡി നോട്ട് വേണം, അത് മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അസൈൻ ചെയ്യാണ് അസൈൻ എ നോട്ട് എന്ന് പറയുന്നത് എ ബാറും, അസൈൻ ബി നോട്ട് ബി ബാറും, അസൈൻ ഡി നോട്ടിനെയും മെൻഷൻ ചെയ്തു. കാരണം നമുക്ക് ഇൻവെർട്ടഡ് സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വയർ ടേം 1, ടേം 1, ടേം 2, ടേം 3, ടേം 4ന്റെ പ്രൊഡക്റ്റ് സം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ നമ്മൾ ടേം 1 എന്ന് പറയുന്നത് എ നോട്ട് ആൻഡ് ബി നോട്ട് ആണ്. ടേം 2 എന്ന് പറയുന്നത് എ സി ഡി ആണ്. ടേം 3 എന്ന് പറയുന്നത് എ ബി ആൻഡ് ഡി നോട്ട് ആണ്. അതിന് മെൻഷൻ ചെയ്തു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അസൈൻ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു ടേം 1, ടേം 2, ടേം 3. ഫൈനൽ ഔട്ട് കിട്ടി. ദെൻ എൻ മൊഡ്യൂൾ കൊടുത്തു. ഇതാണ് മൊഡ്യൂൾ 2ന്റെ ആൻസേഴ്സ്.